ഹലോ ആ അവളില്ലേ? ആ ഇന്ന് പോയില്ലേ? ഇന്ന് പോയില്ലേ? ഓരോ കാര്യങ്ങളായിട്ടിരിക്കുകയല്ലേ. ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ അല്ലേ അവിടെ ഓഫീസിൽ. നിങ്ങളെ ഏ ഇല്ല ഇപ്പൊ സ്ഥലം മാറിയോ? ട്രാൻസ്ഫർ ആയോ? സാറുണ്ട്, സാർ 2 ദിവസം ലീവ്. വൈഫിനെന്തോ സുഖം. അവർക്ക് പിന്നെ ആരോടും ചോദിക്കണ്ടായിരുന്നില്ല. നമ്മളാണല്ലോ നേരത്തെ എല്ലാം പറഞ്ഞു വെക്കേണ്ടത്. വെറുതെ ഇറങ്ങി എന്താളിയാ ഒറ്റ കാര്യം? ഏത് നീ പറഞ്ഞില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വേണുക്കുട്ടന്റെ അനിയത്തിയുടെ കാര്യം ഞാൻ വേണുകുട്ടൻ ദിവസവും ഒരുപാട് കേസുകളെല്ലാം ഇങ്ങനെ തലയ്ക്ക് മീതെ വരണത്. പേര് ഓർത്ത് വെക്കാൻ പറ്റില്ല. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അറിയാം, അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. വേണുകുട്ടന്റെ കാര്യം ഞാൻ പ്രസിഡന്റായിട്ട് എല്ലാം സംസാരിച്ചു വെച്ചിട്ടുണ്ട്. സംസാരിച്ചല്ലേ? പിന്നെ അളിയാ സംഗതി എന്താണെന്നറിയാമോ? നമ്മുടെ പ്രസിഡന്റിന്റെ പെങ്ങടെ മോനാണ് ദേവസ്വം മന്ത്രിയുടെ അളിയന്റെ മോളെ കല്യാണം കഴിച്ചേക്കണേ. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായി. അപ്പൊ അങ്ങനെ അവർ ഭയങ്കര കുടുംബക്കാരായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞാൽ നടക്കാതിരിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എങ്കിലും ഞാനും പ്രസിഡന്റുമായിട്ട് ഇടയ്ക്ക് ആ ഗ്രൂപ്പ് വിഷയം വന്നപ്പോൾ ഇച്ചിരി നമ്മൾ അങ്ങോട്ടൊരു നീരസത്തിലായിരുന്നു. അല്ല അത് മാറി, അതൊക്കെ മാറി. ഞങ്ങൾ ഇലക്ഷൻ വരെയല്ലേ. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊന്നും ഈ സ്ഥായിയായ ഒരു പിണക്കൊന്നും ഇല്ലല്ലോ അല്ലേ? അതൊക്കെ കുറച്ച് സമയം ഇങ്ങനെ ഒരു എന്താ പറയാ. നീ എന്താ പറഞ്ഞത്? ഓരോ പാർട്ടിക്കും അതിൻ്റെതായ പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് ഓരോരുത്തർ പെരുമാറുന്നത്. ഇപ്പൊ ഒരു ചെറിയ പ്രശ്നം വന്നാലും അവരൊക്കെ സോൾവ് അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അതങ്ങനെ തന്നെ. ഓരോ പാർട്ടിക്ക് അതിൻ്റെ വിലയുണ്ട്. അപ്പോ സംഗതി പിന്നെ പ്രസിഡന്റിനെ ഞാനും കുറെ ദിവസമായിട്ട് ആലോചിക്കുന്നുണ്ട്. പ്രസിഡന്റിന് വിളിച്ച ഒരു ദിവസം ഒരു നല്ല ട്രീറ്റ് കൊടുക്കാം. അതിനിപ്പോ കുഴപ്പം? അങ്ങനെ പരിപാടി ഭക്ഷണം കഴിക്കാനല്ലേ വിളിക്കുന്നത്. ആവശ്യമില്ലാതെ അങ്ങനെ ചാട എടുക്കേണ്ട കാര്യം എന്താ? നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ച് വന്നാ പോരെ? അയ്യോ അയാളെ പട്ടിണി കിടക്കുന്ന ആളല്ലേ ഭക്ഷണത്തിന്. പൊട്ടി, നീ എന്തറിഞ്ഞിട്ടേ പറയുന്നത്? ഈ രാഷ്ട്രീയക്കാരെന്ന് പറയാം, പ്രത്യേകിച്ച് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ ആളാണ്, വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ കാണേണ്ട രീതി കാണണം, അദ്ദേഹത്തിന് ചെയ്യേണ്ട രീതി ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹം ഒന്ന് മനസ്സലിയൂ. കണ്ട മണ്ണ് മുണ്ടാക്കി പറഞ്ഞോളാത്ത എവിടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. അപ്പോ നമുക്ക് പ്രസിഡന്റിനെ ഒരു ദിവസം വിളിച്ച് നല്ലൊരു ട്രീറ്റ് കൊടുക്കാം. പക്ഷേ നമ്മൾ അങ്ങനെ വെറുതെ വിളിച്ച് അതിനായിട്ട് വിളിക്കുന്നത് ശരിയല്ല. അല്ല, അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു വിശേഷ ദിവസം നമ്മൾ പ്രസിഡന്റിനെ കൂടെ വിളിച്ച് നല്ല രീതിയിലൊന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ ഇവിടെ വെച്ചങ്ങ് അവതരിപ്പിക്കാം. ഒന്നുകൂടെ പിള്ളേരുടെ സംബന്ധമായ എന്തെങ്കിലും പിള്ളേരുടേതായ എന്തെങ്കിലും ഒരു പരിപാടിക്കായിട്ട് പ്രസിഡന്റ് അപ്പം പുള്ളിക്കും ഒരു പിള്ള മനസ്സ് ആ ഒരു ലെവലിലേക്ക് അങ്ങ് വരും. എന്നാ പിന്നെ തക്കളിയുടെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വെക്കാം. തക്കളിയുടെ എന്തോന്ന്? തക്കളിയുടെ അല്ല അത് ശരിയാവില്ല. തക്കളിയുടെ പിറന്നാളൊക്കെ നമ്മൾ ഇന്നാൾ ആഘോഷിച്ചപ്പോ അന്നും പ്രസിഡന്റ് വരാൻ പറ്റിയില്ല. പിന്നെന്തോ അതിപ്പോ തക്കളിയുടെ കാര്യം പറയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാല് സ്വാഭാവികമായിട്ടും അളിയും വെക്കുമ്പോൾ അളിയന് അതിൻ്റെതായ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വേണ്ട. നല്ലുവിന്റെ ബർത്ത്ഡേ വെച്ചാലോ? അതിപ്പോ സാർ അറിയാൻ പോണ നല്ലുവിന്റെ ബർത്ത്ഡേ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ഇനി എപ്പോഴെങ്കിലും സാറുമായിട്ട് ബന്ധം വരും. സാർ ഇടപെട്ട് ജോലി ശരിയാക്കിയത് തീർച്ചയായും സാറോട് ഞങ്ങൾക്ക് ഒരു കടപ്പാടുണ്ടാവും. ഞങ്ങൾ ബർത്ത്ഡേ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ പറയുമ്പോൾ സാർ അന്നല്ലെങ്കിൽ വിളിച്ചെന്ന് വെച്ചാൽ മാത്രമല്ല പിള്ളേരാണ്. അങ്ങനെ ഒന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയും. പിള്ള മനസ്സിൽ കള്ളമില്ല. അത് വേണ്ട. അതല്ലേട്ടാ, ഒരു കാര്യം മതിയെങ്കിലേ മോക്ക് കഴിഞ്ഞ ദിവസം 250 രൂപ സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു. സ്കോളർഷിപ്പ് കിട്ടിയത് ആഘോഷിക്കാൻ 250 അങ്ങോട്ട് എടുത്ത് മാറ്റ്. ആ മൂല്യം, ആ സ്കോളർഷിപ്പ് അത് ഇങ്ങോട്ട് എടുക്ക്. 10 തലയുള്ള രാവണ. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാന്താരി വെള്ളം കുടി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ല, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാർഷിക മേഖലയുടെ തകർച്ചയാണ്. ജന്മനാ ദുർബല എന്ന് പറഞ്ഞതുപോലെ ദുർബലമായിരുന്ന കാർഷിക മേഖല ഇപ്പോൾ ഈ പ്രളയക്കെടുതിയുടെ വന്നുകൊടുകൂടി തകർന്ന് തരിപ്പണമായില്ലേ? പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞില്ലേ? കഷ്ടം. എന്ത്
അല്ല ആ കൃഷിക്കാരുടെ കാര്യം കഷ്ടായി പോയെന്ന് പറയായിരുന്നു. ആ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തകർന്നു പോയ കാർഷിക മേഖലയെ ഉദ്ധരിക്കേണ്ടത് ആരുടെ കടമയാണ്? അല്ല ആരുടെ കടമയാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആരുടെ കടമയാ? നമ്മുടെ കടമയല്ലേ? നമ്മുടെ കടമയാണല്ലോ. നമ്മുടെ കടമയായതുകൊണ്ട് കാർഷിക മേഖല ഉദ്ധരിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ളത് കൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഇനി മുതൽ നാടൻ സാധനങ്ങളെ ഞാൻ ഉപയോഗിക്കുള്ളൂ, നാടൻ ഭക്ഷണമേ ഞാൻ ഉപയോഗിക്കൂ എന്നൊരു തീരുമാനമെടുത്തു. കാർഷിക മേഖലയെ ഉദ്ധരിക്കേണ്ടത് ഒരു സാധാരണക്കാരുടെ കടമയാണ്. പ്രത്യേകിച്ച് അപ്പോൾ ഒരു നേതാവായി ഞാൻ വേണ്ട ഒരു മുൻകൈ എടുക്കാൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ ഞാൻ എടുത്ത കഠിനമായ ഒരു തീരുമാനമാണ് ഈ നാടൻ ഭക്ഷണമേ കഴിക്കൂ എന്നുള്ളത്. ഞാൻ ഒരു തീരുമാനം തന്നെ എടുത്തിരിക്കുന്നു. ഇത് ഇവിടെ വളർത്തിയ ചിക്കനാ. ആണോ? എനിക്ക് മനസ്സിലായി. ഇതിലൊരു കഷ്ണം തൊട്ടാൽ എനിക്ക് മനസ്സിലാവും. ഡൽഹിയിലായിരുന്നപ്പോ പലരും പറയുന്നത് എന്റെ ഒരു കഴിവ് ഒരു പ്രത്യേകത. അല്ല ഈ മീന് ഇച്ചിരി ഇവിടെ വളർത്തി, ഇവിടെ നമ്മൾ ടാങ്കിൽ വളർത്തുന്ന നാടൻ മീന, മീൻ അച്ചാർ നോക്കാം. മീൻ അച്ചാറാ. നാടൻ അച്ചാർ, നാടൻ അച്ചാർ. പിന്നെ ഭക്ഷണമൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. വളരെ കേമമായിരുന്നു. തനി നാടൻ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളൊക്കെ തന്നെയാണോ ഇത് പാചകം ചെയ്തത്? ഭക്ഷണവും നാടൻ, ഇവരും നാടൻ, എല്ലാം നാടനായിരുന്നു. വളരെ നന്നായിരുന്നു. മോളെ സ്കോളർഷിപ്പ് ഒക്കെ ഇനിയും മേടിച്ച് വലിയ ആളായി മാറണം കേട്ടോ. ഇനി ഇഷ്ടം പോലെ സ്കോളർഷിപ്പ് മേടിക്കണം. റാങ്ക് മേടിക്കും. റാങ്ക് മേടിക്കണം, ധാരാളം റാങ്ക് മേടിക്കണം, സ്കോളർഷിപ്പ് മേടിക്കണം, വലിയ ആളാവണം കേട്ടോ. അയ്യോ മോക്ക് സമ്മാനം കൊടുക്കാനായിട്ട് ഒന്നും കരുതി. ഇല്ല കുഴപ്പമില്ല. അങ്ങനെ സാറ് വന്നതന്നെ വലിയ സന്തോഷം. ആളിന് എന്തെങ്കിലും ഇങ്ങനെയുള്ള എന്നാലും മോക്കെ എന്തെങ്കിലും ഒന്ന്. മോളെ ഇത് കണ്ടോ, മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ളതാ. അദ്ദേഹം എഴുതിയ പുസ്തക എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഈ പുസ്തകം വായിച്ച് പഠിക്കണം കേട്ടോ. ഇരിക്കട്ടെ. അല്ല മോളെ, അതെ അല്ല ഇത് മക്കളെ അത് അങ്കിള് വായിച്ചിട്ട് തരാം. ഇത് അങ്കിള് വായിച്ചിട്ട് തരാം. അങ്കിള് വായിച്ചിട്ട് തരാം മോക്ക്. ഇല്ല അത് പറ്റത്തില്ല. അങ്കിള് വായിച്ചിട്ട് തരാം. അപ്പൊ പിന്നെ എല്ലാരും ഇവിടെ വേണുകുട്ടൻ വേണു, എനിക്കറിയാലോ. സുഖമൊക്കെ തന്നെയല്ലേ? അപ്പൊ ശരി, സന്തോഷം. പിന്നെ എനിക്ക് 3 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ലേറ്റസ്റ്റിന് അറിയാം, മധ്യവർജന മീറ്റിംഗ് ഇവിടെ അടുത്താ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളുണ്ട്, ചെയ്യാനുണ്ട്. കുറെ നാളുകൊണ്ട് അവരിങ്ങനെ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ ഡേറ്റ് അനുസരിച്ച് അവര് ഇന്നത്തേക്ക് ആക്കിയതാ. ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പൊ തിരക്കിനിടയിൽ സാർ വന്നല്ലേ, വലിയ സന്തോഷം. എന്നാ എല്ലാവരുടെ കൂടെ ഞാൻ വിളിച്ചോളാം. ഇച്ചിരി ഉഴപ്പുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. മദ്യം എങ്ങനെ വർജിക്കണമെന്ന് കാണിക്കുന്നതിന് ഒരു മദ്യക്കുപ്പി വേണ്ടേ? അതിനാ ഉണ്ടല്ലോ വേണ്ടായിരുന്നു. വണ്ടിക്കകത്തോട്ട് വെച്ചേ. ഇല്ലെങ്കിൽ പ്രസിഡന്റിനെ പോലെ ആളിങ്ങനെ വരുമോ നമ്മളെ വീട്ടില്? ശരിയായിന്ന് തോന്നുന്നു. എനിക്ക് ശരി. അളിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, എന്റെ അളിയെ ഇടപെട്ട അത് നടക്കും. എന്തായാലും വേണക്കുട്ടന്റെ സമയം കൊള്ളാം കേട്ടോ. അതെ. ഹാപ്പിയാണ്. അല്ല ഇത്രയും തിരക്കിന്റെ സാറിങ് വന്നില്ലേ? ഇത് ആരാണ്? ആളിയെ അറിയാം, പിന്നെ അറിഞ്ഞൂടെ? എന്റെ അളിയെ എനിക്ക് അറിഞ്ഞൂടെ? ഇതുപോലെ മന്ത്രിമാരും MLA-മാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഇവിടെ വരും ഈ വീട്ടില്. മക്കൾ അടുത്ത സ്കോളർഷിപ്പ് മേടിക്കുമ്പോൾ മന്ത്രി ആയിരിക്കും ക്ലീറ്റ് അങ്കിൾ കൊണ്ടുവരുന്നത് കേട്ടോ.